അസ്സലാമലൈക്കും. ഞാനിന്നൊരു മാങ്ങ ഇട്ട മീൻകറി ഉണ്ടാക്കണം. നെയ്മീനാട്ടോ. ഇതിൽ ഒരു മാങ്ങ, നല്ല പച്ചമാങ്ങയാണ്, നല്ല മാങ്ങയും ഒരു 4 പച്ചമുളകും കീറിയിട്ട് കറിവേപ്പില ഇട്ടതാണിത്. ഒരു നാടൻ കറിയാണ്. ഇതിൽ ഞാൻ 1/2 കപ്പ് തേങ്ങ, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 3 സ്പൂണ് മുളക് പൊടി, 2 സ്പൂണ് കാശ്മീരി മുളക് പൊടിയും 1 സ്പൂണ് എരിവുള്ള മുളക് പൊടിയും, പിന്നെ അര സ്പൂണ് പെരിഞ്ജീരകം ഒരു നല്ല ടേസ്റ്റാണ് നമ്മൾ മീൻ കറിക്ക് ചേർത്താൽ. അപ്പോൾ അതും കൂടെ നമ്മൾ അരച്ചു വെച്ചിരിക്കുകയാണിത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെരിഞ്ജീരകം, തേങ്ങ 1/2 കപ്പ് എല്ലാം കൂടെ അരച്ചു വെച്ചിരിക്കുന്നത്. ഈ അരപ്പ് ചേർത്ത് നമുക്കിനി ഇത് ഉപ്പും ചേർത്ത് അടുപ്പത്ത് വയ്ക്കാം. ഇനി നമുക്ക് അടുപ്പ് വയ്ക്കാം. ഇതൊഴിച്ച് അരപ്പൊഴിച്ച് അടുപ്പ് വയ്ക്കാം. ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് കേട്ടോ, പറയാൻ വിട്ടുപോയി. ഇത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ തിളച്ച് നല്ല മാങ്ങയും വെന്ത് കഴിയുമ്പോൾ നമുക്ക് മീൻ ചേർക്കാം. അങ്ങനെ നമ്മുടെ കറി തിളച്ച് നല്ല കുറുകി പോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ പറക്കിയിടാം. നെയ്മീനാട്ടോ മക്കളെ. അങ്ങനെ മീൻ കഷ്ണം എല്ലാം പറക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ച് മീൻ കറി വേവട്ടെ. അപ്പോഴത്തേക്കും നമുക്കിതിനുള്ളൊരു നമുക്കതിന് വറവിടാനുള്ള റെഡിയാക്കാം. 1/2 സ്പൂണ് ഉലുവയിട്ട. നമ്മളിത് അരച്ച് വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. വെളുത്തുള്ളി, ഇഞ്ചി, നമ്മൾ ഈ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഇഞ്ചിയൊക്കെ ചതച്ചില്ല, അതിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ. ഇതൊക്കെ പണ്ട് നമ്മളെ അമ്മമാരൊക്കെ ഇതുപോലെ നമ്മൾ കറി വെച്ചിരുന്നു. അവരൊക്കെ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്, വറുത്തൊന്നും ഇടലൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ആ കറിക്ക് നല്ല ടേസ്റ്റാണ്. ചെറുള്ളിയും കറിവേപ്പിലയും നല്ലപോലെ മൂപ്പിച്ച് നമുക്ക് കറിയിൽ ഒഴിക്കാം. അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിക്കാം. കറി നല്ല വെന്ത് വന്നിട്ടുണ്ട്. കറിയിലേക്ക് ഇത് 1/2 സ്പൂണ് കാശ്മീരി മുളക് പൊടി കേട്ടോ. ഒരു കളറും ഉണ്ടാവും, ഒരു ഭംഗിയുണ്ടാവും കറിക്ക്. ഒറ്റയ്ക്കാണ് ഈ വീഡിയോ പിടിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഇതിന് തെറ്റുകുറ്റം കൊണ്ടില്ല, എല്ലാവരും ക്ഷമിക്കണം. ഇനിയിപ്പോൾ റംസാൻ മാസമായി ഇൻഷാ അല്ലാഹ്. അങ്ങനെ നമ്മൾക്ക് നമ്മുടെ ഈ ഉള്ളിയും കറിവേപ്പിലയും ഉലുവയെല്ലാം മൂപ്പിച്ചത് അങ്ങോട്ട് ഒഴിക്കും. അടിപൊളി കറിയാണ് കേട്ടോ. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് ഈ കറി. ഇനി നമുക്ക് ഇനി അടുപ്പ് ഓഫ് ചെയ്തേക്കാം. ഇനി നമുക്ക് മൂടി വയ്ക്കാം. ഇനി ആ കറി നല്ലതായിട്ട് ഇളക്കരുത് നമ്മൾ കറി. നല്ല ഒരു 5 മിനിറ്റ് നമ്മൾ കറി ഇളക്കി വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇൻഷാ അല്ലാഹ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അസ്സലാമു അലൈക്കും. നമ്മുടെ കറി കണ്ടോ, സൂപ്പർ കറിയാണ്. ഓക്കെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.